ഒരു കുടുംബത്തിലെ 6 പേരുടെ കൊലപാതകം. സാക്ഷികളില്ലാതിരുന്നിട്ടും സാഹചര്യ തെളിവുകൾ കുറ്റം തെളിയിച്ച ആലുവ കൂട്ടക്കൊല. 2001 പുതുവർഷം തുറന്ന ആദ്യാഴ്ചയിലാണ് കേരളത്തിൽ നടത്തിയ കൂട്ടക്കൊല. 2001 ജനുവരി 7 ആലുവ പൈപ്പ് ലൈൻ റോഡിലുള്ള ആ കൂട്ടക്കൊലപാതകം പുറം ലോകം അറിയുന്നത് അന്നായിരുന്നു. കൊല നടന്നതിന്റെ പിറ്റേന്ന് അടുക്കളയിൽ 2 സ്ത്രീകൾ, മുൻവശത്തെ മുറികളിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും 2 കുട്ടികളും ചോരയിൽ കുളിച്ച് തണുത്തുറഞ്ഞ് മരിച്ചു കിടന്നു. മുറിയിലും അടുക്കളയിലും രക്തം തളം കെട്ടിക്കിടക്കുന്ന കാഴ്ച. മാഞ്ഞൂരാൻ ഹാർഡ്വെയർസ് നടത്തിയിരുന്ന 47-കാരനായ മാഞ്ഞൂരാൻ അഗസ്റ്റിൻ, ഭാര്യ ബേബി, മക്കളായ ജയ്മോൻ, ദിവ്യ, അഗസ്റ്റിന്റെ അമ്മ ക്ലാര, സഹോദരൻ കൊച്ചുറാണി എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. വിരുന്നെത്തുമെന്ന് പറഞ്ഞിട്ടും കാണാതായതോടെ ഭാര്യ സഹോദരൻ അന്ന് പകൽ മുഴുവൻ അഗസ്റ്റിന്റെ വീട്ടിലേക്ക് വിളിച്ചു. ആരും ഫോൺ എടുത്തിട്ടില്ല. അടുത്തുള്ള വീടുകളിൽ വിളിച്ചന്വേഷിച്ചെങ്കിലും വ്യക്തതയില്ലാതായതോടെ വൈകിട്ട് മറ്റൊരു ബന്ധുവിനൊപ്പം ഇവിടെ എത്തിയപ്പോഴാണ് രക്തം പോലും മരവിപ്പിക്കുന്ന ദുരന്തം നേരിടുന്നത്. പോലീസ് പരിശോധനയിൽ അഗസ്റ്റിൻ, ബേബി എന്നിവരുടെ മൃതദേഹം കിടന്നതിന് സമീപം ഭിത്തിയിൽ ചോര കൊണ്ട് അമ്പുണ്ടി കളിച്ചു. പിന്നീട് വീട്ടിൽ നിന്ന് കൊല ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കോടാലിയും കണ്ടെടുത്തു. ആരുമായും ശക്തിയില്ലാത്ത കുടുംബമായതിനാൽ അന്വേഷണം പല വഴിക്കും. അങ്ങനെയാണ് അഗസ്റ്റിന്റെ അടുത്ത ബന്ധുവായ ആന്റണിയിലേക്ക് അന്വേഷണം. അന്വേഷണത്തിൽ ആന്റണി സൗദി അറേബ്യയിലേക്ക് പോയത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണെന്ന് അന്വേഷണം കണ്ടെത്തി. ഇതോടെ ആന്റണി സംശയത്തിലായി. വിദേശത്ത് പോകുന്നതിനായി പലരിൽ നിന്നായി ആന്റണി വാങ്ങിയ കടമെല്ലാം ജവാബിൽ പോകുന്നതിന് തൊട്ടു മുമ്പ് കൊലപാതകം നടന്നതിന്റെ അടുത്ത ദിവസം തിരിച്ചു കൊടുത്തതായും പോലീസ് സ്ഥിരീകരിച്ചു. ഇതോടെ സംശയം കൂടുതൽ ബലപ്പെട്ടു. മുംബൈയിലുള്ള സ്പോൺസർ വഴി ആന്റണിയെ തിരികെ ബോംബെയിൽ എത്തിച്ചു. കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്തതോടെ 6 പേരെയും കൊല ചെയ്തത് താനാണെന്ന് അയാൾ സമ്മതിച്ചു. അഗസ്റ്റിന്റെ സഹോദരി കൊച്ചുറാണി സാമ്പത്തികമായി സഹായിക്കാറുണ്ടെന്നും വിദേശത്ത് പോകാൻ സഹായം വാഗ്ദാനം ചെയ്തത് പാലിക്കാത്തതാണ് ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പ്രതി സമ്മതിച്ചു. സംഭവ ദിവസം വൈകിട്ടോടെ ആന്റണി മാഞ്ഞൂരാൻ വീട്ടിലെത്തി. ഇതിന്റെ സെക്കൻഡ് ഷോ കാണാനായി അഗസ്റ്റിനും ഭാര്യയും ബോംബെയിൽ ചെയ്തു. വീട്ടിൽ കൊച്ചുറാണിയും അമ്മയും ആന്റണിയും മാത്രമായി. കടം തരാമെന്ന് പറഞ്ഞ തുകയെക്കുറിച്ചുള്ള സംസാരം പിന്നീട് ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കത്തിൽ കലാശിച്ചതോടെ ആന്റണി കൊച്ചുറാണിയെ കൊലപ്പെടുത്തി. സംഭവത്തിന് സാക്ഷിയായ കൊച്ചുറാണിയുടെ അമ്മയെയും കൊന്നു. താൻ വീട്ടിലുണ്ടായിരുന്നുവെന്ന കാര്യം അറിയാമായിരുന്ന അഗസ്റ്റിനും കുടുംബവും തിരിച്ചു വരാൻ കാത്തിരുന്ന ശേഷം അവരെയും വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം അഗസ്റ്റിനിൽ നിന്നും പണവും മരിച്ചവരുടെ ആഭരണങ്ങളും കൈക്കലാക്കി തിരിച്ചുപോയി. ആഭരണങ്ങൾ ആന്റണി മുംബൈയിൽ വിറ്റുവെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. 2005 ഫെബ്രുവരിയിൽ വിചാരണ കോടതി ആന്റണിക്ക് വധശിക്ഷ വിധിച്ചു. ഇത് ഹൈക്കോടതിയും ശരിവെച്ചു. തുടർന്ന് അപ്പീലുമായി സുപ്രീം കോടതിയിലെത്തി. ആദ്യം വിചാരണ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തെങ്കിലും പിന്നീട് സുപ്രീം കോടതി ഇത് ശരിവെച്ചു. രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയെങ്കിലും അത് തള്ളി. വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചതോടെ ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. ആലുവ കൂട്ടക്കൊലക്കേസിന്റെ യഥാർത്ഥ സംഭവം അല്ലെങ്കിലും ഈ സംഭവം ആസ്പദമാക്കി മലയാളത്തിൽ സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. ഒരു കുടുംബത്തെയാകെ ഇല്ലാതാക്കിയ, കേരളത്തെയാകെ ഞെട്ടിച്ച ആലുവ കൊലക്കേസിന് സാക്ഷികളില്ലായിരുന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മികവാർന്ന അന്വേഷണമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിയിൽ തെളിയിച്ചത്.